ഹായ് ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നോട്ട് HTML ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആയ ഹൗ ഇൻ്റർനെറ്റ് വർക്ക്സ് എന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഒരു വെബ് പേജിനെ സ്ട്രക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML. സ്ട്രക്ചറിങ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഏതൊരു ബ്രൗസറിലും HTML സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം HTML ഇല്ലാണ്ടൊരു വെബ് പേജ് തന്നെ ഉണ്ടാവില്ല. CSSും ജാവാസ്ക്രിപ്റ്റും മാത്രമായിട്ടൊരു വെബ് പേജ് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. സോ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്തിട്ടായാലും നമുക്ക് വെബ് പേജുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ CSSും ജാവാസ്ക്രിപ്റ്റും ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വരും വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ചെറിയൊരു HTML കോഡാണ്. അതായത് ഹെഡ് ടാഗ്, ബോഡി ടാഗ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇതൊക്കെ. അപ്പോൾ അതിൽ ഞാൻ ടൈറ്റിലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ ബാറിൽ ഹലോ വേൾഡ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ഹലോ വേൾഡ് എന്ന് കൊടുത്തുകൊണ്ട് ആ ഒരു പേജിൽ ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളെ HTML സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ടാഗുകൾ എന്ന് പറയുന്നത്. അതായത് ഹെഡ് ടാഗ്, ബോഡി ടാഗ്, ടൈറ്റിൽ ടാഗ്, ഇങ്ങനെ പലതരം ടാഗുകളുണ്ട്. നമ്മൾ വരും വീഡിയോസിൽ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ സ്ട്രക്ചർ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ബുക്ക് എഴുതുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രിൻ്ററിൻ്റെ അതിൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ബോൾഡായി കാണണം, ഇറ്റാലിക്കായി കാണണം, അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് കാണണം. ചിലത് അണ്ടർലൈനായിട്ട് കാണണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, നേരെ നിങ്ങൾ അതിൻ്റെ അടിയിലൊക്കെ വരയ്ക്കും. അങ്ങനെ ഓരോ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രിൻ്ററിനോട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ പബ്ലിഷറിനോട് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ HTMLും ചെയ്യുന്നത്. അതായത് കുറേ തരം ടാഗുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്ഷരങ്ങൾ എങ്ങനെ ബോൾഡായി കാണണം, ഇറ്റാലിക്കായി കാണണം, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ നമ്മുടെ HTML കോഡ് എഴുതിയിട്ട് നമ്മുടെ ബ്രൗസറിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ HTMLൽ നമ്മുടെ വെബ് പേജ് സ്ട്രക്ചർ ചെയ്ത് കാട്ടി തരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മുടെ HTMLൻ്റെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോഡ് എഴുതി കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾ ഒരു ബ്രൗസർ എടുത്തിട്ട് അതിൽ കോഡ് പെൻ എന്ന് അടിച്ചു കൊടുക്കുക. കോഡ് പെൻ എന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് വരുന്ന സൈറ്റ് ആദ്യം ഓപ്പൺ ആക്കാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നെങ്കിൽ ലോഗിൻ ചെയ്യുക, സൈനപ്പ് ചെയ്യാം. വേണമെങ്കിൽ റെക്കമെൻഡ് ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ചെയ്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് കോഡിംഗ് ആണ്. സ്റ്റാർട്ട് കോഡിംഗ് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ അപ്പോൾ നമുക്കിതിങ്ങനെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ CSSും ജാവാസ്ക്രിപ്റ്റും നമുക്ക് നേരെ മാറ്റി വയ്ക്കാം. നമുക്ക് HTML മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെങ്ങനെ നിങ്ങൾക്ക് വ്യൂ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ വയ്ക്കുകയാണ്. കാരണം എനിക്ക് കുറച്ചും കൂടി വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് പരിചയം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുക്കുകളൊക്കെ എടുത്ത് വായിക്കാൻ പറ്റുന്നൊരു സൈറ്റാണ്. ഇതിൽ ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള സംഭവമാണ് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഒരിക്കലും വായിക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമല്ല. കാരണം എൻ്റെ കണ്ണൊക്കെ വേദനയെടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഒരു HTML കാണാം. വളരെ അടിപൊളിയായിട്ട് ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നന്നായി സ്ട്രക്ചർ ചെയ്തിട്ട് ഒരു മനുഷ്യന് വായിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ HTML പേജ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഹെഡിങ് ആണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇവിടെ 70 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്, എന്നിട്ട് ഓതറിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഈ ടെക്സ്റ്റ് നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഡ് പെനിൽ ആ കോഡൊന്ന് പേസ്റ്റ് ചെയ്യുക, ഞാനിപ്പോൾ ചെയ്ത പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് സ്ട്രെയിറ്റ് ലൈനിൽ കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ആദ്യം നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്ത പോലെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് നന്നായി സ്ട്രക്ചർ ചെയ്ത് ബോൾഡൊക്കെ ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 70ൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു H1 ടാഗ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ H1 ടാഗാണ് ഹെഡിങ് ടാഗ്സിൽ ഏറ്റവും വലിയ ടാഗ്. അപ്പോൾ ഞാൻ ഈ H1 ടാഗിന് ക്ലോസിങ് ടാഗ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ഫുള്ള് H1ൽ ബോൾഡായിട്ട് കാട്ടാണ്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ചിലത് വലുതായും ചിലത് ചെറുതൊക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 70ൻ്റെ അവസാനമായിട്ട് ഒരു ക്ലോസിങ് ടാഗ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോസിങ് ടാഗ് കൊടുക്കുന്നത്. ക്ലോസിങ് ടാഗ് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഭവം നമുക്കിനി കുറച്ചും കൂടി സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് ആ H1 ടാഗിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടാണ് അതിൽ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി H1 തൊട്ട് H6 വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ തൽക്കാലം H3 യൂസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ H3 എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട്. H3ക്ക് ക്ലോസിങ് കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് രണ്ട് ലൈനും ഒരെണ്ണത്തിൽ കുറച്ച് ബോൾഡ് കൂടിയതും അതിൽ കുറച്ച് സൈസ് കുറഞ്ഞായിട്ടുള്ള രണ്ട് ബോൾഡ് ടെക്സ്റ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിനി ബാക്കി സ്റ്റൈൽ ചെയ്ത് നോക്കാം. അതിൽ മൂന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ രണ്ടാമത്തേനേക്കാളും കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നമുക്ക് H2 ഒന്ന് യൂസ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാനിവിടെ H2 ടാഗ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് ക്ലോസിങ് ടാഗ് കൂടി ഇടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നൈസായിട്ട് ലാഗ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് 2x ഇട്ട് കണ്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ 1.5 അങ്ങനെ ഇട്ട് കണ്ടാൽ മതി. ഞാൻ ഭയങ്കര സ്ലോയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവസാനത്തെ ഒരു സംഭവം കൂടിയാണ് 4ാമത്തെ ടാഗ്. ഈ ടാഗ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ 2ാമത്തെ ടാഗിനേക്കാളും പൊടിക്ക് വലിപ്പം കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ H3 എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഈ ഏറ്റവും 4ാമത്തെ ടാഗിനും H4 എന്ന് പറഞ്ഞ ടാഗ് നമുക്ക് 2ാമത്തേനും കൊടുത്ത് നോക്കാം. അപ്പോൾ എന്തുണ്ടാവണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 2ാമത്തേന് H4 കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 4ാമത്തെ എടുക്കുന്ന ടെക്സ്റ്റിന് ഞാൻ H3 എന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സെറ്റ് സംഭവം കിട്ടിയിട്ടുണ്ടല്ലേ. അതുപോലത്തെ സെയിം ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ സെൻറ്ററിലാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമുക്കൊരു സെൻറ്റർ എന്ന് പറഞ്ഞൊരു ടാഗ് തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ടെക്സ്റ്റ് എടുക്കുന്നതിൻ്റെ മുകളിലും അടിയിലായിട്ട് സെൻറ്റർ ടാഗ് ഇട്ട് കൊടുക്കാം. ആദ്യം സെൻറ്റർ ടാഗ് ഓപ്പൺ ചെയ്യുക. അത് ആംഗിൾ ബ്രാക്കറ്റ്സ് വെച്ച് ഈ ടാഗുകളൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്ലോസിങ് ടാഗ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്ലോസ് ചെയ്യുക. സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കറക്റ്റ് അതുപോലെ തന്നെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി കളറൊക്കെ നമുക്ക് എങ്ങനെ വയ്ക്കാമെന്ന് അടുത്ത വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് തൊട്ട് HTML സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഹെഡിങ് ടാഗ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MDNൽ പോയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ HTML ഹെഡിങ് ടാഗ് MDN അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സംഭവങ്ങൾ കിട്ടുന്നതാണ്. അതിൽ പോയിട്ട് ജസ്റ്റ് ആ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അതായത് H1 ടാഗാണ് ഏറ്റവും വലുത്, H6 ടാഗാണ് ഏറ്റവും ചെറിയ ടാഗ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ടാഗുകൾ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. H1, H2, H3, H4 അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, H6 വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അടിപൊളി സൈറ്റാണ് W3 സ്കൂൾ. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലാണ് ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. അതായത് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കുറച്ചും കൂടി സിമ്പിളാണ്. ഞാൻ ഇതൊക്കെ വായിച്ചിട്ടാണ് ഈ HTML ഒക്കെ പഠിച്ചത്. ഓക്കെ, സോ HTML എന്ന് പറയുന്നത് പഠിക്കാൻ ഭയങ്കര എളുപ്പമായ ഒരു ലാംഗ്വേജാണ്. ആർക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ +2 ഒക്കെ HTML പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ +2 പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട്. സോ ആ ടോപ്പിക്സൊക്കെ നമ്മൾ ഇനി വരും വീഡിയോസിലൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ജസ്റ്റ് HTML എന്താണ്, HTML കാര്യങ്ങൾ എന്താണ് എന്നുള്ള സംഭവങ്ങളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ. സീ ഇറ്റ് സൂൺ. ടേക്ക് കെയർ. നിങ്ങൾ തന്നെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ മറ്റേ ഇൻ്റർനെറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.